ഹലോ എവരി വൺ. സോ ഇന്ന് ഞാൻ ഈ ഗ്ലാസ് ഓഫ് വാട്ടറും കൊണ്ട് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് വന്നിരിക്കുന്ന ഒരു സ്റ്റോറി പറയാനാണ് കേട്ടോ. ഒരു ദിവസം ഒരു പ്രൊഫസർ അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലേക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് വെള്ളവും കൊണ്ടാണ് അത്രേ പോയത്. എന്നിട്ട് അദ്ദേഹം കുട്ടികളോട് ചോദിച്ചു, എത്രയാണ് ഈ ഗ്ലാസ് ഓഫ് വാട്ടറിൻ്റെ വെയിറ്റ് എന്നുള്ളത്. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും, ഓരോരുത്തരായിട്ട് മറുപടി പറയാൻ തുടങ്ങി, ഇത്രയാണ് വെയിറ്റ് എന്നുള്ളത്. അപ്പോൾ പ്രൊഫസർ പറഞ്ഞത് ശരിയാണ്, നിങ്ങൾ പറഞ്ഞ അത്രയുമാണ് ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ഒരു ഗ്ലാസ് ഓഫ് വാട്ടറിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് ഞാനിത് എത്ര നേരം ഹോൾഡ് ചെയ്തിരിക്കുന്നു എന്നുള്ളതിനനുസരിച്ച് മാറും എന്നുള്ളതാണ്. ഈ വെള്ളം ഞാനിപ്പോൾ ഒരു 5 മിനിറ്റ് ഇങ്ങനെ പിടിക്കുകയാണ് എന്നുണ്ടെങ്കിൽ എനിക്ക് വലിയ കുഴപ്പമില്ല, ഞാൻ ഓക്കെ ഫൈൻ, ഇത് ഞാൻ ഇങ്ങനെ പിടിക്കുന്നു എന്ന് പറയാം. ഒരു അരമണിക്കൂർ ഞാൻ ഈ വെള്ളത്തിന് ഇങ്ങനെ തന്നെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിലോ എനിക്കിവിടെ കൈയൊക്കെ ചെറുതായിട്ട് വേദനിക്കാൻ തുടങ്ങും. ഒരു 1-2 മണിക്കൂറൊക്കെ കഴിയുമ്പോഴത്തേക്കും എന്താവും, മൊത്തത്തിൽ എൻ്റെ കൈ ഫുള്ളായിട്ട് വേദനിക്കാൻ തുടങ്ങും. കുറേ നേരം ഞാനിത് ഹോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിലോ ഇതിൻ്റെ വെയിറ്റ് എനിക്ക് താങ്ങാൻ പറ്റാതെ ആവും, എനിക്കിത് എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും വെച്ചാൽ മതി എന്നുള്ള സിറ്റുവേഷനിലാവും ഇല്ലേ. അതുപോലെ തന്നെയാണ് ഈ ഗ്ലാസ് ഓഫ് വാട്ടർ സിംബിളൈസ് ചെയ്യുന്നത് നമ്മുടെ വിഷമങ്ങളെ അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളെ, നമ്മുടെ സങ്കടങ്ങളെ ഒക്കെയാണ്. അത് എത്ര കാലം നമ്മൾ അതിങ്ങനെ ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുന്നോ അതിൻ്റെ വെയിറ്റ് അത്രത്തോളം കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഒരു വിഷമത്തെ നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളത്, അല്ലെങ്കിൽ ഈ വെയിറ്റിനെ നമുക്ക് എങ്ങനെ കുറയ്ക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ലൈഫിൽ നോക്കേണ്ടതായിട്ടുള്ളത്. ഓക്കെ,